സുകുമാദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ മറ്റൊരു തന്ത്രവുമായിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. രജനിയും ഗിരിയുടെ അമ്മയും അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഗിരീഷ് ആവട്ടെ പ്രകാശന്റെ നേർ ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടി തന്നെയാണ് നോക്കി കാണുന്നത്. ഗിരിയേട്ടാ, നന്ദനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? എല്ലാവരും വിഷമത്തിലാണല്ലോ. എന്റെ സംശയം ആ അരുന്ധതി തന്നെയാണല്ലോ ആ മീരയെയും കൊന്നത്. അതുപോലെ അരുന്ധതി നന്ദനെയും തട്ടിക്കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് കണ്ടുപിടിക്കണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അതേക്കുറിച്ചൊന്നും നീ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ കണ്ടെത്തുന്നുണ്ട്. യഥാർത്ഥ പ്രതിയുടെ അടുക്കിലേക്ക് തന്നെ ഞങ്ങൾ എത്തുമെന്നൊക്കെ ഗിരിയാണെങ്കിൽ മൊന വെച്ച് പ്രകാശിന്റെ മുന്നിൽ പറയാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. അരുന്ധതിയുടെ വീട്ടിലേക്ക് പോലീസ് ഫോഴ്സ് അരച്ചു കയറിയാൽ മതി. അപ്പൊ തന്നെ അവർ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും. അതിനെക്കുറിച്ച് ഇത്ര ഉറപ്പായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ പ്രകാശിനോട് ഗിരീഷ് ചോദിക്കുമ്പോൾ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സത്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നൊക്കെ പറയുകയാണ്. ശേഷം നമ്മുടെ സിദ്ധാർത്ഥനും പ്രഭാവതിയും അതുപോലെ ദേവികയും എല്ലാവരും ചേർന്ന് SP നേരെ നന്ദനെ കാണുന്നില്ല എന്നുള്ളൊരു പ്രഷർ, അതായത് എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ള പ്രഷർ ചുമത്തുന്നുണ്ട്. ഈ സമയം എനിക്ക് എന്താ ചെയ്യാൻ പറ്റും നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് SP ഫോൺ വെക്കുകയും ഐസക്കിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എത്രയും പെട്ടെന്ന് നന്ദനെ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ തന്റെ തൊപ്പി തെറിപ്പിക്കുമെന്നൊക്കെ. ഇത് കേട്ട ഐസക് ആണെങ്കിൽ ആകെ പതറി പോകുന്നുണ്ട്. അയാളാണെങ്കിൽ വളരെ ഫ്രസ്ട്രേഷനോട് കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തകർന്നു നിൽക്കുന്ന ഇസബെല്ലയാണ് കാണുന്നത്. അവിടെ വെച്ച് ഇസബെല്ലയാണെങ്കിൽ നടന്ന കാര്യങ്ങളും ദേവികയും ശാരികയും ഉണ്ടായ സംഭവ വികാസങ്ങളും ശാരിക നടത്തിയ നാടകങ്ങളെ കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ ഐസക് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. തന്റെ സർവീസ് ജീവിതം അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ജീവിതം തീർന്നു എന്നുള്ള കാര്യത്തിൽ ഐസക്കിന് ഏകദേശം ധാരണ വരികയാണ്. എന്തായാലും ഇസബെല്ലയാവട്ടെ ഐസക്കിനോട് മാപ്പ് പറഞ്ഞ് കരയുന്നൊക്കെയുണ്ട്. അയാളും ആകെ തകർന്നു പോകുന്നു. അപ്പൊ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.